ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. എൻ്റെ സ്റ്റൈലിൽ ഒരു മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 4 പാക്കറ്റ് മഷ്റൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് 2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു വലിയ സവോള 3 എണ്ണം നമുക്ക് നല്ല പോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാല പൊടി. ചിക്കൻ മസാല ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാലയാണ്. ഈസ്റ്റേണിൻ്റെ സ്പൈസി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ പെപ്പർ മസാലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ കുറച്ചായിട്ടുള്ള രീതിയിൽ ഒരു 2 പ്രാവശ്യത്തോളം നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മസാല നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം. എന്നിട്ട് ആ മസാല നന്നായിട്ട് കിടന്ന് വെന്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക, ആ ഒരു എണ്ണ തെളിയുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, കൊടാന്ന് പറഞ്ഞിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട്, അതായത് വേവാത്തതിന് മുമ്പ് കൊണ്ട് മഷ്റൂം ഇടണ്ട. അപ്പോൾ മഷ്റൂമിൽ നിന്നും കുറേ വെള്ളം വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ മഷ്റൂമിനെ വളരെ ചെറുതായിട്ട് മുറിക്കുക. ഓക്കെ, നന്നായിട്ട് ഇതപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുള്ള നമ്മുടെ 4 പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ പാക്കറ്റായിരുന്നു, എന്തിനാണ് ഇത്രയും കുറേ പാക്കറ്റ് എടുത്തതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലേ വല്ലതും ഒക്കെ കാണുള്ളൂ. മഷ്റൂം എന്ന് പറയണത് എന്നും പറഞ്ഞു പോവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു പാത്രം നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നും നമുക്ക്, പക്ഷെ അങ്ങനെയല്ല സംഭവം. അങ്ങനെ വാടിപ്പോവും. നമ്മൾ പിന്നെ മസാലയാണ് ഉണ്ടാക്കണത്, പെപ്പർ മസാലയാണ് ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ഇനിയും അത് വെള്ളം വന്നു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാടിപ്പോവും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങാ കൊത്ത് നീളത്തിൽ ചീവിയിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഇളക്കാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ അടച്ചു വെച്ചോളൂ. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കിടന്നിട്ട് തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ മസാലയിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതപ്പോൾ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. നല്ലോണം വെള്ളം വന്ന് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വറ്റണം. അപ്പോൾ ഞാനെന്താ വെച്ചാൽ രാവിലെ നമ്മുടെ ഡയറ്റ് ജ്യൂസ് കഴിച്ചിട്ട് മറ്റേ ക്ലെൻസിങ്ങിൻ്റെ ജ്യൂസും കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു മസാല പൊടിക്കാൻ പോവുകയാണ്. നല്ല വലിയ സ്പൂണിന് 2 സ്പൂണോളം കുരുമുളക്, അതേമാതിരി തന്നെ വലിയ സ്പൂണിന് 1 സ്പൂണോളം പെരുംജീരകം. ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചു വയ്ക്കുക. ഇനി ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളമുണ്ട് മഷ്റൂമിൽ. ഇനി നമ്മുടെ പെപ്പറും ആ പെരുംജീരകത്തിൻ്റെയും ആ പച്ചമണം പോവണമെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ പച്ചമണം പോവുള്ളൂ. അപ്പോൾ ലേശം വെള്ളം നിൽക്കെ തന്നെ നമ്മളത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചതും കൂടിയിട്ട് ഇട്ട് വെക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് മുട്ട മസാല ഉണ്ടാക്കാം, ചിക്കൻ മസാല ഉണ്ടാക്കാം. എന്ത് പെപ്പർ ഫ്രൈനും ഈ ഒരു മസാല സൂപ്പറാണ്. പക്ഷേ പൊടിച്ച് വെക്കേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് പൊടിച്ച് വെക്കുക. അപ്പോൾ പൊടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കിടന്ന് നല്ലപോലെ ആവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിനെ അങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക. നല്ല പോലെ തെളിഞ്ഞ് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരണവരയ്ക്കും നമ്മളിത് ഇളക്കി കൊടുത്ത് സ്ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോഴാണ് ആ ടേസ്റ്റ് വേറെ ലെവലിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രി വന്നിട്ട് തൈരും ചോറും ഈ ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ക്ലെൻസിങ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ജോലിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇതപ്പോൾ കറക്റ്റായിട്ട് മഷ്റൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്.
കുറച്ച് നമ്മുടെ എന്താ പറയുക ടെമ്പിൾ സ്റ്റൈൽ സാദം എന്ന് പറയില്ലേ, അതായത് അമ്പലത്തിലൊക്കെ കിട്ടുന്ന തൈര് ചോറ് പോലുള്ള കേർഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കുഴഞ്ഞ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ കയ്യിലിന് 2 കയ്യിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പെപ്പർ മസാലയും കൂടി വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സൂപ്പർ ആയിരിക്കും. കംഫർട്ടിംഗ് ആണ്. എന്താ വെച്ചാൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാണ്ടേ ആ ഒരു ടേസ്റ്റ് കൂടിയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുക. അപ്പോൾ വരൂ കഴിക്കാം മഷ്റൂം പെപ്പർ ഫ്രൈ, ടെമ്പിൾ സ്റ്റൈൽ തൈര് സാദം. ചാൻസേ ഇല്ല. എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. അമേസിങ്. ലാസ്റ്റ് നമ്മളൊരു പൊടി ഇട്ടില്ലേ, വേറെ ലെവൽ. തരിതരിപ്പായ കുരുമുളക്, ഇടയിൽ കടിക്കാൻ കിട്ടുന്ന തേങ്ങാക്കൊത്ത്, കിണ്ണം കാച്ചിയ ഡിഷ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.